നമസ്കാരം. ട്രഷറികൾ അടച്ചുപൂട്ടിന്റെ വക്കിലാണ്. അതായത് കേരളം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന പശ്ചാത്തലത്തിൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാന നാളുകളിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം 2 തവണയായി കടപ്പത്രങ്ങൾ വഴി വലിയ തുക സമാഹരിച്ചിട്ടും ദൈനംദിന ചെലവുകൾക്കും ബില്ലുകൾ മാറി നൽകുന്നതിനും മതിയായ ഫണ്ട് കണ്ടെത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല. ഇതേ തുടർന്നാണ് ട്രഷറികളിൽ ബില്ലുകൾ പാസാക്കുന്നതിന് കർശനമായ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ 25 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മാത്രം പാസാക്കിയാൽ മതിയെന്നാണ് ട്രഷറി ഓഫീസർമാർക്ക് ലഭിച്ചിരിക്കുന്ന വാക്കാലുള്ള നിർദ്ദേശം. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അനിയന്ത്രിതമായ പണമൊഴുക്ക് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ബില്ലുകളും ചെക്കുകളും പാസാക്കുന്നത് പൂർണ്ണമായും നിർത്തിവെക്കാനാണ് തീരുമാനം. നിയന്ത്രണങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കിയത് കരാറുകാരെയും വിവിധ സർക്കാർ വകുപ്പുകളെയും വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ മാസം 24-ാം തീയതി വരെ ട്രഷറിയിൽ സമർപ്പിച്ച ബില്ലുകൾക്കും ചെക്കുകൾക്കും മാത്രമേ ഇപ്പോൾ മുൻഗണന നൽകുന്നുള്ളൂ. അതിനുശേഷം നൽകിയ ബില്ലുകൾ അടുത്ത സാമ്പത്തിക വർഷത്തെ പണലഭ്യത അനുസരിച്ച് മാത്രമേ മാറിക്കൊടുക്കുകയുള്ളൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 5 കോടി രൂപ വരെയുള്ള ബില്ലുകൾ പാസാക്കാമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നൽകിയ നിർദ്ദേശം. എന്നാൽ ഖജനാവിലെ പണത്തിന്റെ കുറവ് ബോധ്യപ്പെട്ടതോടെ ഉച്ചയോടെ ഈ പരിധി 25 ലക്ഷം രൂപയായി കുത്തനെ കുറച്ചിരിക്കുകയാണ്. ഓഫീസ് സമയം കഴിഞ്ഞാണ് ഇത് സംബന്ധിച്ച് അന്തിമ ഉത്തരവ് എത്തിയത് എന്നതും ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും ഒരുപോലെ കുഴപ്പിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച ഉച്ചയോടെ സാമ്പത്തിക ഇടപാടുകൾ അവസാനിപ്പിക്കേണ്ടി വരുമെന്നതിനാൽ നിലവിലുള്ള പരമാവധി ബില്ലുകൾ ശനിയാഴ്ച തന്നെ തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് വലിയ സമ്മർദ്ദമാണ് നേരിടേണ്ടി വന്നത്. പല ട്രഷറികളിലും ജീവനക്കാർ വൈകി വരെ ജോലി തുടരേണ്ടി വന്നു. ജോലികൾ പൂർത്തിയാക്കാത്ത പക്ഷം ഇന്നും ഓഫീസിലെത്തി ബില്ലുകൾ ക്ലിയർ ചെയ്യണമെന്ന പ്രത്യേക നിർദ്ദേശമുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിഹിതത്തിലുണ്ടായ കുറവും കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണങ്ങളുമാണ് സംസ്ഥാനത്തെ ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ നികുതി പിരിവിലെ പാളിച്ചകളും ധൂർത്തുമാണ് ഇതിന് കാരണമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മാസം 2 തവണയായി 3000 കോടിയിലധികം രൂപ കടമെടുത്തിട്ടും ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ സർക്കാർ പാടുപെടുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തെയും ഈ നിയന്ത്രണങ്ങൾ ബാധിക്കുന്നുണ്ട്. വർഷാവസാനം നടക്കേണ്ട പല വികസന പ്രവർത്തനങ്ങളുടെയും ബില്ലുകൾ ട്രഷറിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 25 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കപ്പെട്ടതോടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കരാറുകാർ കടുത്ത ആശങ്കയിലാണ്. ട്രഷറി നിയന്ത്രണം കടുപ്പിച്ചതോടെ സംസ്ഥാനത്തെ വിപണിയിലും ഇതിന്റെ പ്രതിഫലനം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ നൽകാനുള്ള കോടിക്കണക്കിന് രൂപ വിതരണം ചെയ്യാത്തത് സാമ്പത്തിക ചലനങ്ങളെ മന്ദഗതിയിലാക്കുന്നു. വരും ദിവസങ്ങളിൽ ട്രഷറി നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കാനാണ് സാധ്യതയെന്നാണ് ധനകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കൂടുതൽ കടമെടുത്ത് പ്രതിസന്ധി പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ ട്രഷറിയിലെ ക്യൂ പാലിച്ച് ബില്ലുകൾ മാറിക്കിട്ടാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടിയന്തര ആവശ്യങ്ങൾക്കുള്ള പണം പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാനം നീങ്ങുന്നുവെന്നത് ഗൗരവകരമായ ഒരു സാഹചര്യമാണ്. ചുരുക്കത്തിൽ അസാധാരണമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളം നേരിടുന്നത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ബില്ലുകൾ മാറാൻ കഴിയാത്തവർക്ക് അടുത്ത ഏപ്രിൽ മാസത്തെ പുതിയ ബഡ്ജറ്റ് വിഹിതം വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന സാമ്പത്തിക നടപടികൾ സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് അതീവ നിർണായകരമായി